പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിൽക്കുന്നത് ഒരു ആർട്ട് ഗാലറിയിലല്ല. കേരളത്തിൻ്റെ പ്രശസ്തമായ തൃപ്പൂണിത്തുറ നഗരത്തിലാണ്. തൃപ്പൂണിത്തുറയിലെ മെട്രോ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന ചുവർച്ചിത്രങ്ങൾ മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഓരോ തൂണിലും ആലേഖനം ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമാണ് ഈ ചിത്രങ്ങൾ കാണാൻ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മെട്രോ റെയിൽവേ സ്റ്റേഷൻ. യാത്രക്കാരെ സംബന്ധിച്ചോളം ട്രെയിനിൽ വന്നിറങ്ങി ഉടനെ തന്നെ നഗരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ ഈ മെട്രോ റെയിൽവേ സ്റ്റേഷൻ വളരെ ആശ്വാസമാണ്. അതുമാത്രമല്ല, കുറച്ച് നടന്നു കഴിഞ്ഞാൽ റോഡും തൊട്ടടുത്ത് തന്നെ. റോഡ് മാർഗവും നഗരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുവാൻ സാധിക്കും. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് മെട്രോയും വാഹന ഗതാഗതത്തിനുള്ള സൗകര്യമുള്ളത് എനിക്ക് തോന്നുന്നത് ഒന്ന് തൃപ്പൂണിത്തുറയും പിന്നെയുള്ളത് എറണാകുളം സൗത്തുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എറണാകുളം സൗത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദൈനംദിന യാത്രക്കാർ, അതായത് ദിവസേന ജോലിക്ക് പോയി വരുന്ന യാത്രക്കാർ ധാരാളമുള്ള ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഇതുപോലെ മറ്റൊരു സ്ഥലമാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ആലുവയിൽ മെട്രോ അല്പം ദൂരെയാണ് എന്ന് മാത്രം. എന്തുകൊണ്ടും എറണാകുളം ജില്ലയിലുള്ളവർക്ക് വളരെയധികം സൗകര്യപ്രദമായ ഒന്നാണ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനും മെട്രോ റെയിൽവേ സ്റ്റേഷനും. വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടുകൂടി വൃത്തിയായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മെട്രോ റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും ഈ വൃത്തിയും ഈ ഭംഗിയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ, മുന്നോട്ടുള്ള പ്രയാണത്തിലും സാധിക്കട്ടെ എന്ന് വിചാരിക്കാം. മാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വളരെ മാറിക്കഴിഞ്ഞു. എല്ലാം മനോഹരമാണ്. കൃത്യസമയത്തുള്ള ക്ലീനിങ്ങും മറ്റും റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. അല്പം മാറ്റം വേണ്ടത് ട്രെയിനുകളിൽ മാത്രമാണ്. ട്രെയിനിലെ ശുചിത്വം ഇപ്പോഴും പഴയപടി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പെട്ടെന്ന് ധൃതി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി പുറത്ത് ഒരു ചെറിയൊരു വീഡിയോ എടുത്തു എന്നൊരു കാരണം കൊണ്ട് ഈ വീഡിയോയിലെ ക്ലാരിറ്റിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളും കുറച്ച് മോശമാണ് എന്ന് എനിക്കറിയാം. നടന്നു നീങ്ങുന്നതിനിടയിൽ പെട്ടെന്നെടുത്തൊരു വീഡിയോയും പെട്ടെന്നുള്ള തോന്നലും ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് വിചാരിക്കുന്നു. എങ്കിലും സഹൃദയരെ, ഈ ചിത്രങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം, ഈ സാഹചര്യങ്ങൾ കാണിക്കാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും തൃപ്പൂണിത്തുറയൊക്കെ ചെല്ലുമ്പോൾ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ചിത്രങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോവുമായി വരുന്നത് വരെ, നല്ലൊരു വീഡിയോവുമായി വരാം. അതുവരെ ഏവർക്കും പ്രത്യേക നന്ദി ഈ വീഡിയോ കാണുന്നതിന്. അപ്പോൾ എല്ലാവരും അവരവരുടെ ജോലിയിൽ വ്യാപൃതരാണ്, എല്ലാവരും തിരക്കിലാണ് എന്നറിയാം. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. കുറച്ച് പേർക്ക് ജോലിയില്ല, പക്ഷേ ജോലിയുള്ളവർ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ഈ വീഡിയോ കാണുക, ഇതിലെ പോരായ്മകൾ അറിയിക്കുക. ഇനി ഏതൊക്കെ വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇനിയും കുറച്ച് നിമിഷം കൂടി തുടരുന്നതാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.